ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോലി അന്വേഷിക്കുന്നവർക്കുള്ള ഒരു വലിയ അവസരങ്ങളെക്കുറിച്ചാണ്. 7ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പോലും ഹൈക്കോടതിയിൽ ജോലി നേടാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഏകദേശം 300 ഒഴിവുകൾ. അതോടൊപ്പം തന്നെ റെയിൽവേയിൽ കോച്ച് അറ്റൻഡറായി ജോലിയിൽ പ്രവേശിക്കാൻ നല്ലൊരു അവസരം ലഭ്യമാണ്. ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യയിൽ ക്യാബിൻ ക്രൂ, ക്യാബിൻ അറ്റൻഡർ ആയി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. യോഗ്യത എന്താണ്, എങ്ങനെ അപേക്ഷിക്കാം, ശമ്പളം എത്ര ലഭിക്കും, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ കരിയറിനെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു അവസരമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹൈക്കോടതിയിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്താനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 300 ഒഴിവുകളാണ് ഉള്ളത്. സെഷൻ ഓഫീസർ മുതൽ ഓഫീസ് സബോർഡിനേറ്റ് വരെയാണ് ഒഴിവുകൾ. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 20,000 മുതൽ 1,40,000 രൂപ വരെ ശമ്പളം ലഭിക്കും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. തസ്തികയും ഒഴിവുകളും: സെഷൻ ഓഫീസർ 5, സീനിയർ സിസ്റ്റം ഓഫീസർ 1, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 31, അസിസ്റ്റന്റ് ലൈബ്രറിയൻ 1, ലൈബ്രറിയൻ ഗ്രേഡ് 2 1, UD സ്റ്റെനോഗ്രാഫർ 7, അസിസ്റ്റന്റ് 78, എക്സാമിനർ 27, ടൈപ്പിസ്റ്റ് 44, കോപ്പിസ്റ്റ് 34, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 50, സ്റ്റെനോഗ്രാഫർ 1, ഓഫീസ് സബോർഡിനേറ്റ് 20. ആകെ ഒഴിവുകൾ 300 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത: സെഷൻ ഓഫീസർ നിയമത്തിൽ ബിരുദം ആവശ്യമാണ്. സീനിയർ സിസ്റ്റം ഓഫീസർ ബിടെക്, MSc കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം, ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. ലൈബ്രറിയൻ ആൻഡ് അസിസ്റ്റന്റ് ലൈബ്രറിയൻ നിയമബിരുദം, ലൈബ്രറി സയൻസിൽ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം. UD സ്റ്റെനോഗ്രാഫർ ആൻഡ് സ്റ്റെനോഗ്രാഫർ യോഗ്യത ബിരുദം, സ്റ്റെനോഗ്രാഫി ടൈപ്പിംഗ് പരീക്ഷ പാസ്സായിരിക്കണം. അസിസ്റ്റന്റ്, എക്സാമിനർ, ടൈപ്പിസ്റ്റ്, കോപ്പിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ബിരുദം, ബന്ധപ്പെട്ട കോഴ്സിൽ സർട്ടിഫിക്കറ്റ്. ഓഫീസ് സബോർഡിനേറ്റ് 7ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 മുതൽ 42 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ലിങ്കിനും ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. റെയിൽവേയിൽ കോച്ച് അറ്റൻഡർ ആകാം. ഇത്തവണ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ ജോലിക്കായുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. +2നോടൊപ്പം ഹൗസ് കീപ്പിംഗിൽ പരിശീലനവും IT സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് മുൻഗണന പരിഗണിച്ചിട്ടുണ്ട്. നേരത്തെ 10ാം ക്ലാസ് ആയിരുന്നു യോഗ്യത. എന്നാൽ നിരന്തരമായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെന്റ് യോഗ്യത വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. കോച്ച് അറ്റൻഡറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റെയിൽവേ നേരിട്ടല്ല നടത്തുന്നത്. സ്വകാര്യ ഏജൻസികളാണ് ഈ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നത്. വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത് തുടങ്ങിയ പുതിയ ട്രെയിനുകളിലേക്കും സർവീസിനായി ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതിലാണ് യോഗ്യത വർദ്ധിപ്പിച്ചത്. സാങ്കേതിക പരിജ്ഞാനം കൂടിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും. ലൈറ്റുകൾ, സീറ്റുകളിലെ ബെൽറ്റുകൾ എന്നിങ്ങനെയുള്ള ചെറിയ തകരാറുകൾ കൂടി പരിഹരിക്കാൻ കഴിയുന്നവരെ റിക്രൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് IT സർട്ടിഫിക്കറ്റ് കൂടി യോഗ്യതയാക്കിയത്. ഈ ഒഴിവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ ഉടനെ കൊടുക്കുന്നതായിരിക്കും. അടുത്തത് പ്രമുഖ സ്വകാര്യ വിമാന കമ്പനിയായ ഇൻഡിഗോ ക്യാബിൻ അറ്റൻഡർ തസ്തികയിലേക്ക് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യയിലുടനീളം വിവിധ നഗരങ്ങളിൽ വെച്ച് നടത്തുന്ന വാക്കന്റ് ഇന്റർവ്യൂ വഴിയാണ് ഈ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ വിമാനയാത്ര മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്ഥാപനം ഇൻഡിഗോ. തസ്തിക ക്യാബിൻ അറ്റൻഡർ. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം.
അപേക്ഷാ രീതി, ഓൺലൈൻ രജിസ്ട്രേഷനും വേക്കാൻ ഇന്റർവ്യൂ. യോഗ്യതാ മാനദണ്ഡങ്ങൾ. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ പാലിച്ചിരിക്കണം. വിദ്യാഭ്യാസം അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ കുറഞ്ഞത് +2 വിജയിച്ചിരിക്കണം. പ്രായം 18 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവുള്ളവർക്കും മുൻഗണന ലഭിക്കും. ശാരീരിക യോഗ്യത കുറഞ്ഞത് 155 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. ശരീരഭാരം BMI പരിധിയിലായിരിക്കണം. ഇന്ത്യൻ പൗരത്വമുള്ള വനിതകൾക്ക് മാത്രമാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം ഉണ്ടായിരിക്കണം. അഭിമുഖ തീയതികളും സ്ഥലങ്ങളും. കേരളത്തിലുള്ളവർക്കായി കൊച്ചിയിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലെ വിവരങ്ങൾ: കൊച്ചി 22 ഏപ്രിൽ 2026, ഹോട്ടൽ ജിഞ്ചർ ഓഫ് MG റോഡ്, കൊച്ചി. മുംബൈ 30 മാർച്ച്, ഡൽഹി 3 ഏപ്രിൽ, ബാംഗ്ലൂരു 17 ഏപ്രിൽ. വസ്ത്രധാരണ രീതി. അഭിമുഖത്തിന് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഫോർമൽ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. അരക്കെട്ട് ഷർട്ട്, മുട്ടറ്റം വരെയുള്ള സ്കർട്ട്, സ്റ്റോക്കിങ്സ്, ഫോർമൽ ഹീൽസ്. യൂണിഫോം ധരിക്കുമ്പോൾ പുറത്തു കാണുന്ന രീതിയിലുള്ള ശരീരത്തിൽ ടാറ്റുകൾ പാടില്ല. അപേക്ഷിക്കേണ്ട വിധം: ആദ്യം ഇൻഡിഗോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. കാരിയേഴ്സ് എന്ന മെനുവിൽ പോയി ക്യാബിൻ അറ്റൻഡർ വിജ്ഞാപനം തിരഞ്ഞെടുക്കുക. വിവരങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകളും ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അപേക്ഷയുടെ പകർപ്പ് കൈവശം വയ്ക്കുക. ഇതിന് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഈ റിക്രൂട്ട്മെന്റ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇൻഡിഗോയുടെ നിയമനങ്ങൾക്കനുസൃതമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് കൊച്ചി നേവൽ ഷിപ്പ്യാർഡിൽ 240 ഒഴിവുകൾ. കൊച്ചി നേവൽ ഷിപ്പ്യാർഡ് വിവിധ ട്രേഡുകളിലായി 240 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. പ്രധാന വിവരങ്ങൾ: സ്ഥാപനം നേവൽ ഷിപ്പ്യാർഡ് കൊച്ചി, തസ്തിക അപ്രന്റീസ്, ആകെ ഒഴിവുകൾ 240, ജോലിസ്ഥലം കൊച്ചി, കേരളം. അപേക്ഷാ രീതി ഓഫ്ലൈൻ, തപാൽ വഴി. അപേക്ഷ ആരംഭിച്ചത് 2026 മാർച്ച് 3. ഒഴിവുകളുടെ വിശദാംശങ്ങൾ: ഇലക്ട്രീഷ്യൻ 29, ഫിറ്റർ 31, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 21, ഇലക്ട്രോണിക്സ് മെക്കാനിക് 18, ഷിപ്പ് റൈറ്റ് വുഡ് 18, ഷിപ്പ് മെറ്റൽ വർക്കർ 16, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 15, വെൽഡർ 14, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 14. കൂടാതെ മെക്കാനിക് ഡീസൽ, ടർണർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പെയിന്റർ തുടങ്ങിയ വിവിധ ട്രേഡുകളിലും ഒഴിവുകളുണ്ട്. കൂടുതൽ ഒഴിവ് വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കാം. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് കുറഞ്ഞത് 50% മാർക്കോടെയും ബന്ധപ്പെട്ട ട്രേഡിൽ ITI NCVT 60% മാർക്കോടെയും വിജയിച്ചിരിക്കണം. പ്രായപരിധി 2026 ജൂൺ 1 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: 10ാം ക്ലാസ്, ITI എന്നിവ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്റർവ്യൂവിനും മെഡിക്കൽ പരിശോധനയ്ക്കുമുള്ള കത്തുകൾ ലഭിക്കും. അപേക്ഷിക്കേണ്ട രീതി: ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യുക. നിശ്ചിത മാതൃകയുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. യോഗ്യത, പ്രായം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം വെക്കണം. അപേക്ഷാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണോ അത് രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.